ഒന്നും മുഖത്ത് പോലും നോക്കാതെ പോയ ഞങ്ങൾ എന്താ ഡൊണേഷൻ ചോദിക്കാമെന്നാണോ? നിങ്ങളോട് മാത്രമല്ല എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തെ പ്രസവിച്ച അമ്മയോട് പോലും കരുതാൻ സംസാരിക്കും. നിങ്ങൾക്ക് എന്തോ വഴക്ക് കിട്ടിയില്ല, അത് ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അപ്പൊ ശരത്തിന് ഇനി പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലേ? ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് കെഞ്ചി കാല് പിടിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം ഒരു തവണ എടുത്ത തീരുമാനം മാറ്റില്ല. ആര് പറഞ്ഞാലും മാറ്റമില്ല. മുമ്പൊന്നും അദ്ദേഹം ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന, സ്നേഹത്തോടെ പെരുമാറുന്ന ആളായിരുന്നു. കുറച്ചു നാളായിട്ട് ഇങ്ങനെ. എന്താ അതിനെ പറ്റി? അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ. വലിയൊരു വീട്ടിലേക്ക് അവളെ കല്യാണം കഴിച്ചയച്ചത്. എന്നാൽ മകളുടെ ഭർത്താവ് ഒരു മുഴുക്കുടിയനും ലഹരിക്ക് അടിമയുമായിരുന്നു. ആ പെണ്ണിനെ അവൻ വല്ലാതെ ഉപദ്രവിച്ചു. എന്നും അടിക്കുമായിരുന്നു. ഒടുക്ക സഖിയിട്ട് കല്യാണം കഴിഞ്ഞ 3-ാം മാസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മകൾ വന്നു. ആ ബന്ധം ഒഴിവാക്കി. അദ്ദേഹം സ്വപ്നം കണ്ട ലൈഫ് അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടിയില്ല. അതോടെയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായത്. ഇപ്പോ എല്ലാത്തിനോട് വെറുപ്പാണ്. ഒന്ന് ചിരിക്കാൻ പോലും അറിയില്ല. വന്ന കാര്യം നടക്കാത്തതിന്റെ വിഷമത്തിലാണ് ഞങ്ങൾ. അതിനിടെ പ്രിൻസിപ്പലിന്റെ ഒരു ശോകത. സച്ചേട്ടാ, കേൾക്കുമ്പോ വിഷമം തോന്നുക. പാവ അച്ഛനും മോളും എല്ലാത്തിനും കാരണം നശിച്ച കുടിയാ. നീ വണ്ടി എന്റെ നേരെ തിരിച്ചു വിടാതെ. അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ ഒരു MR നഗർ റോഡ് സൈഡിൽ ആദ്യം കാണുന്ന വീടാ. വീട്ടിൽ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തായാലും നിങ്ങളുടെ അനിയന് പരീക്ഷ എഴുതാൻ കഴിയില്ല. ശരത്തിന് വാക്ക് കൊടുത്തിട്ടല്ലേ നമ്മളിങ്ങ് വന്ന്. എന്താ ഈ ആലോചിക്കുന്നേ? ശരത്തിന് പരീക്ഷ എഴുതണ്ടേ? അതിനൊരു വഴി മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എന്ത് വഴി? പറയാം. അദ്ദേഹം പ്രിൻസിപ്പലിന്റെ ശോകത പറഞ്ഞില്ലേ, അതിൽ നിന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. അതെന്താ? എന്താന്നൊക്കെ രാത്രി പറയാം. സച്ചേട്ടാ, ശരത്തിന് പരീക്ഷ എഴുതാൻ കഴിയോ? കഴിയും. ഞാനല്ലേ വാക്ക് കൊടുത്തേ. അവരെ പരീക്ഷ എഴുതിയിരിക്കും. കച്ചവടം കുറവാണല്ലോ. കൂട്ടാൻ ഇപ്പൊ എന്താ ഒരു വഴി? ഹലോ ഇവിടെ ലേറ്റസ്റ്റ് മോഡൽ ഫ്രിഡ്ജിന് എന്താ വില? സാർ, ഫ്രിഡ്ജ് ഡബിൾ ഡോറിന്റെ വലുതുണ്ട് സാർ. 1,20,000. അപ്പൊ ആ ഫ്രിഡ്ജ് എഴുതിക്കോളൂ. 1-ാം സമ്മാനം 5 കോടി. എനിക്ക് അടിക്കുന്ന ഒരു ജോത്സ്യം പറഞ്ഞിരുന്നു. നിങ്ങൾ എന്താ ആളെ കളിയാക്കാണോ? അനിയ, എനിക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്നാ നിനക്കേ 11 ലക്ഷത്തിന് കച്ചവടം നടക്കും. ഇവൻ വീണ്ടും വന്നു. താനിതിനെ വീണ്ടും ഇങ്ങോട്ട് വന്നു. വീണ്ടും കൊട്ടേഷൻ വാങ്ങാൻ വേണ്ടി വന്നാണോ? താൻ പിന്നെ ലോട്ടറി ടിക്കറ്റ് എടുത്തോ? എനിക്ക് ലോട്ടറി അടിച്ചു. ഞാനിപ്പോ കോടീശ്വരനാ. ലോട്ടറി അടിച്ചെന്നോ? അടിച്ചു. കൊട്ടേഷൻ വാങ്ങിക്കാൻ വന്ന എന്നെ നിങ്ങൾ തൂക്കിയെടുത്ത് വെളിയേറിയിച്ചില്ലേ? അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ 11 ലക്ഷത്തിന് സാധനം ഞാൻ നിന്റെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ചേരാം. അയ്യോ സാർ, അന്ന് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് വേറെന്തോ ടെൻഷനിലായിരുന്നു. അതാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. സാർ എന്നോട് ക്ഷമിക്കണം. സാർ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. ഞാൻ സാറിന് നല്ല ഡിസ്കൗണ്ട് തരാം. കാശ് കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ സാറായല്ലേ. ഞാൻ വേറെ ഷോറൂമിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിച്ചായിരുന്നു. അവിടെ നിന്ന് സാധനം എടുക്കുള്ളൂ. നിന്റെ കടയിൽ നിന്ന് മൊട്ടു സൂചി പോലും ഞാൻ വാങ്ങിക്കില്ല. പിന്നെ ഇതിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തിനാണോ ചിരിക്കുന്നത്? ഞാനെടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് മാറ്റി വെച്ചു. നറുക്കെടുക്കുമ്പോ എനിക്ക് ഫസ്റ്റ് പ്രൈസ് 5 കോടി അടിച്ചിരിക്കും. അന്ന് ഞാൻ വന്ന് നിന്നോട് ഇപ്പൊ പറഞ്ഞതുപോലെ പറയാൻ വേണ്ടി വന്നതാ. എടോ, തന്റെ തലയ്ക്ക് നല്ല സുഖമില്ലല്ലോ. ഇറങ്ങി പോടോ. പോയില്ലെങ്കിലെന്നോ? നീ കരയും. ലോട്ടറി കാണുമ്പോ നീ കരയും. ഞാനെന്താ പറഞ്ഞേ? നീ നോക്കിക്കോ. എന്താ സുധി ഭ്രാന്തമാരൊക്കെ ഇവിടെ? ഓരോരോ വട്ട് കേസുകൾ കയറി വന്നോളൂ. ബ്രോ, എനിക്കാണെങ്കിൽ ഇവിടെ ഷോപ്പിൽ തീരെ കച്ചവടം നടക്കുന്നില്ല. ഞാൻ ആകെ ടെൻഷനില്ല. അതിനിടയില ഇതുപോലെ ഓരോന്ന് കയറി വരുന്നത്. അപ്പൊ നിനക്ക് കച്ചവടം ഇല്ലേ? എവിടെന്ന് ഈ ചില്ലറ വ്യാപാരം കൊണ്ടൊന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ബ്രോ. അല്ല, നിനക്കറിയാവുന്ന വേറൊരു ചില്ലറ വ്യാപാരം ഇല്ലയോ? ക്ഷേത്രത്തിന് മുമ്പിലൊക്കെ ഇങ്ങനെ കൈ നീട്ടി വല്ല തേടേ അതിനെ നീ ചെയ്യാൻ മതി. രക്ഷപ്പെടാ. ബ്രോ തന്നെ എന്നോട് പറയണം കേട്ടോ. ബ്രോ, ഈ കച്ചവടം ഒന്ന് ഉഷാറാക്കാൻ എന്തെങ്കിലും ഐഡിയ ബ്രോയുടെ കയ്യിലുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് ബോംബെയിൽ ഒരു ഇന്റർനാഷണൽ കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. ലീഡോ എന്ന കമ്പനിയുടെ പേര്. ലീഡോ? ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ബ്രാൻഡാ. ആ കമ്പനിയുടെ ഓണറും എന്റെ ഫ്രണ്ടുമായിട്ട് നല്ല ബന്ധമാണ്. നല്ല ഫ്രണ്ട്സ് ആണ് അവര്. അവൻ മുഖേന ഞാനും പരിചയപ്പെട്ടിരുന്നു. ആ കമ്പനിയുടെ പുതിയൊരു പ്രോഡക്റ്റിന്റെ കേരളത്തിന്റെ ഡീലർഷിപ്പ് ആർക്കും ഇതുവരെ അദ്ദേഹം നൽകിയിട്ടില്ല. അത് കൊടുക്കുന്നുണ്ട്. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാം. താല്പര്യം ഉണ്ടോന്നോ? എന്താ ബ്രോ, ആ ഡീലർഷിപ്പ് കിട്ടിയാ ഞാൻ പിന്നെ രക്ഷപ്പെടില്ലേ? ബ്രോ, ഒരു കാര്യം ചെയ്യാം, അവരോടൊന്ന് സംസാരിക്കുക. ആ ഡീലർഷിപ്പ് എനിക്ക് തന്നെ തരാൻ പറ. ഞാൻ സംസാരിക്കാം. പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഞാനൊന്ന് ട്രൈ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യണം. ഈ കാര്യം ഇപ്പൊ ആരോട് വിളമ്പാൻ നിൽക്കണ്ട. ഇല്ല. ബ്രോ വിചാരിച്ചാ നടക്കും. എനിക്കറിയില്ലേ ബ്രോയെ. വന്നോ? ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. അച്ഛൻ കിടന്നോ? കിടന്നു. നീ വന്നേ, ഒരു കാര്യം പറയണ്ട. വിട്ടേ, എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനുണ്ട്. അത് തീർത്തിട്ട് ഞാൻ വരാം. വരാനല്ലേ പറഞ്ഞ? സച്ചേട്ടാ, എന്താ സച്ചേട്ടാ? ഒരുപാട് പണി കിടക്കുക. ഇത്രയും നാളെ പുറത്തുനിന്ന് കുടിച്ചിട്ട് വന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് കുടിക്കാൻ തുടങ്ങിയോ? ഇത് കുടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? എത്ര പറഞ്ഞാലും നന്നാവില്ല. നീ എന്തിനാ പറയുന്നത്? ഞാൻ എത്ര നാളെ കുടിച്ചിട്ട് അവസാനം കുടിച്ചപ്പോഴാണെന്ന് എന്റെ മനസ്സിൽ ഓർമ്മ പോലുമില്ല. കുറച്ച് നാളത്തേക്ക് നിർത്തി. ഇപ്പൊ എന്തിനാ വീണ്ടും തുടങ്ങുന്നേ? കുടിച്ച ആരോഗ്യം നശിക്കുമെന്ന് എപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തണോ? ഈ കുപ്പി തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. രാവും പകലും ഇല്ലാതെ ജോലി ചെയ്യുമ്പോ ഇങ്ങനെ ജോലി ചെയ്യല്ലേ, അത് ആരോഗ്യത്തിന് മോശമാണ് എന്നൊന്നും ഒരു കാര്യം പറയില്ലല്ലോ. ആഴ്ചയിൽ എങ്ങനെ ഒരു തവണ ക്ഷീണം മാറ്റാൻ വേണ്ടി 2 അടിച്ചാ അപ്പൊ തുടങ്ങിക്കോളും. ആരോഗ്യം മോശമാവും, ജീവിതം തൊലയും. അതെ, ഞാനും ഇങ്ങനെ രാവും പകലും അധ്വാനിക്കാറുണ്ട്. ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാനത് അടിക്കാറില്ലല്ലോ. അയ്യേ, അല്ലെങ്കിലും ക്ഷീണം മാറ്റുന്നൊരു സാധനം. നിങ്ങൾ ഇങ്ങനെ വിട്ടാ നിങ്ങൾ ഇനിയോട് ബാറാക്കും. കാണിച്ചത് ഇപ്പൊ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് എന്റെ കാര്യം. അച്ഛനോട് പറയില്ലേ? ഇവിടെ ഞാൻ അച്ഛനോട് പറയും. എന്താ സച്ചേട്ടാ? എന്തിനാ സച്ചേട്ടാ ഇങ്ങനെ ചിരിക്കുന്നേ? എന്റെ രേവതി, ഞാൻ ഈ മദ്യം എനിക്ക് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചതല്ല. പിന്നെ പറയാം. എന്നാ പറ. എന്റെ രേവതി, ശരത്തിന് പരീക്ഷ എഴുതണ്ടേ? അതിനാ പ്രിൻസിപ്പൾ സമ്മതിക്കണം. അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഡ്രാമ കളിക്കും. ഡ്രാമയിലെ ഹീറോ ഞാനും ഹീറോയിൻ നീയും. ഡ്രാമ കളിക്കാനോ? ആ പ്രിൻസിപ്പളിന്റെ മോളുടെ അവസ്ഥ
കോളേജിലെ സ്റ്റാഫ് പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് തോന്നിയ ഒരു ഐഡിയ അത്. ഞാൻ പറയുന്ന പോലെ നീ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാ? പറഞ്ഞുതരാം. നാളെ പ്രിൻസിപ്പാളിന്റെ വീടിന് മുമ്പിലെ റോഡിൽ വെച്ച് ഞാൻ മദ്യം കഴിച്ച് നിന്നെ അടിക്കും. ആ അടിക്കും കൊറേ അടിക്കും. ഒന്ന് അടിച്ചു നോക്ക. പിന്നെ അപ്പൊ എന്റെ കൈ പൂവിട്ട് കഴിക്കുമല്ലോ. നീ തിരിച്ചടിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ശരിക്കും കുടിക്കില്ലടി. കുടിച്ച പോലെ അഭിനയിക്കും. പിന്നെ അടിക്കുന്ന പോലെ അഭിനയിക്കും. മൊത്തം അഭിനയാണ് നീ. ഞാൻ എന്റെ രേവതി കുട്ടി അടിക്കോ? ഞാൻ അടിക്കുന്നതായിട്ട് അഭിനയിക്കുമ്പോ നീ അടി കൊണ്ട് കരയുന്നതായിട്ട് അഭിനയിക്കണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എടി പ്രിൻസിപ്പൾ അത് കാണണം. എന്തൊക്കെ ഡയലോഗ് നീ പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബൈഹാർട്ട് പഠിച്ചോണം. എന്തിനാ സച്ചിട്ട് വെറുതെ? പറയുന്ന കേക്ക് രേവതി. ഞാൻ നിന്നെ അടിക്കുന്നതായിട്ട് അഭിനയിക്കുമ്പോ നീ ശരത്തിനെ വിളിച്ച് വരാൻ പറയാം. അവൻ വന്ന് ഇടപെടും. എന്നെ അടിക്കും. അത് പ്രിൻസിപ്പൾ കാണണം. ഇതൊരു ഡ്രാമയാണെന്ന് മുൻകൂട്ടി അവരോട് പറയും ചെയ്യരുത്. പറഞ്ഞാലെന്താ? പറഞ്ഞ അഭിനയത്തിന്റെ ഒറിജിനാലിറ്റി കിട്ടത്തില്ല. നമ്മൾ ഡ്രാമ കളിക്കാണെന്നുള്ള സംശയം പ്രിൻസിപ്പളിന് വരാലോ. ശരിക്കും ഞാൻ നിന്നെ അടിക്കണമെന്ന് കരുതി അവൻ എന്നെ വഴക്ക് പറയണം. അടിക്കണം. പ്രിൻസിപ്പൾ ആ രംഗം കണ്ടുകൊണ്ട് വരുമ്പോ അവൻ അദ്ദേഹത്തോട് എന്താ പറയാൻ പോകുന്നത് എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരുന്നത് നീയും പ്രിൻസിപ്പളോട് പറയും വേണം. മനസ്സലിഞ്ഞ് ശരത്തിന് പരീക്ഷ എഴുതാൻ പ്രിൻസിപ്പൾ സമ്മതിക്കുകയും ചെയ്യും. എന്റെ സച്ചിട്ട നേർവഴിക്ക് നോക്കിയാ പോരെ? എന്തിനിങ്ങനെ കള്ളത്തിലൊക്കെ കാണിക്കുന്നത്? ഇടി നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിൽ ചെറിയ കള്ളത്തിലൊക്കെ കാണിക്കാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറയാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. നീ നമ്മുടെ ശരത്തിന് വേണ്ടിയല്ലേ. അല്ല ഈ കുപ്പിയും കൈ പിടിച്ചാണോ നിങ്ങൾ അഭിനയിക്കാൻ പോകുന്നത്? അതെ. ഇതിന്റെ മണം അടിക്കുമ്പോ തന്നെ നിങ്ങളുടെ അഭിനയമൊക്കെ മാറും. പിടിച്ച് നിൽക്കാനും നിങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ശരിക്കും കുടിക്കും എനിക്കറിയാം. എന്റെ പൊന്നു രേവതി, ഞാൻ കള്ളം പറഞ്ഞതാ. ഇത് മദ്യമൊന്നും അല്ല. പിന്നെ ഇത് വെറും കോളയാ. കോളയാ? മദ്യം കുപ്പിയിൽ കോള ഒഴിച്ചാ ഞാൻ. അയ്യേ. നാളെ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ വെച്ച് പറയേണ്ട ഡയലോഗ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ശ്രദ്ധിച്ച് കേട്ടത് മനപ്പാടമാക്കണം. കേട്ടല്ലോ? മനസ്സിലായി? ഓക്കെ അല്ലേ? എനിക്ക് കുടിക്കാൻ കാശ് വേണം. തന്നേ പറ്റൂ. എന്റെ കയ്യിൽ കുടിക്കാൻ കാശില്ല മനുഷ്യ. എന്നെ വീട്ടിൽ നീ പൂറ്റിടുന്ന കാശ് എന്താ ചെയ്യുന്ന? നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? അയ്യോ ദിവസം കുടിച്ചിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് അടിക്കുന്നേ? നിങ്ങളൊരു മനുഷ്യനാണോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു മനുഷ്യ? എന്റെ കാശ് എന്റെ പൈസ. ഞാൻ അധ്വാനം ഉണ്ടാകുന്ന പണം അവിടെ കുടിക്കും മരിക്കും. നീ ആരും ചോദിക്കാൻ? ഞാൻ എന്റെ ഭർത്താവാ. ഞാൻ നിന്നെ അടിക്കും. വേണമെങ്കിൽ തൂക്കിയെടുത്ത് തലയിട്ട് ചവിട്ടി കൂടും. എന്നെ പോറ് നീ. നാട്ടുകാരെ നോക്കിയിരിക്കാതെ എന്നെ രക്ഷിക്കണേ. വീഡിയോ എടുക്കണ മനുഷ്യ പറ്റില്ലാത്തവൻ. ആ പെണ്ണ് എങ്ങനെ ഇവരോട് ചിരിക്കുന്നത്? പാവം കൊച്ച്. പൈസ തരാൻ പറ്റാതെ. സത്യം പറഞ്ഞ അവനെ കത്തി ചെയ്ത് ചെയ്യാന്നറിയാമോ? ഇടിച്ച് കൂമ്പ് പറഞ്ഞു അവന്റെ കാണിക്കണം. ചേച്ചി എന്താ നിങ്ങൾ കാണിക്കുന്നത്? അപ്പൊ അത് പറഞ്ഞോ? നിങ്ങൾ എന്തിനാ കുടിച്ചിട്ട് എന്റെ ചേച്ചിയെ തല്ലിയത്? ചോദിക്കാൻ പറയാൻ ആരില്ലെന്ന് കരുതിയോ? അപ്പൊ ചോദിക്കാൻ വന്നതാണോ? നിങ്ങൾ മാറിയെന്നാ ഞാൻ കരുതി. മാറുന്നൊന്നും ഈ ജന്മം നിങ്ങൾ മാറില്ല. മുമ്പൊക്കെ വീട്ടിൽ വെച്ചായിരുന്നു അക്രമം. ഇപ്പൊ എന്റെ ചേച്ചിയെ നടുറോളിൽ നിർത്തി നിങ്ങൾ ഉപദ്രവിക്കുക. എന്തിനാ ഇങ്ങനെ അപമാനിക്കുന്നത്? സ്വന്തം ഭാര്യയാണെന്നുള്ള വിചാരമുണ്ടോ നിങ്ങൾക്ക്? വിടന്ന്. ഞാൻ വിചാരിച്ചോളാം. നീ വിചാരിക്കണ്ട. സോറി സർ. നീ ബികോം ഫൈനൽ ഇയർ പഠിക്കുന്ന ശരത്തല്ലേ? അതെ സർ. എന്നെ തലമുറ അവനെ വിളിച്ചു പെടുത്തിയ അവളൊന്നും വിചാരിച്ച എന്നോട് ചുക്കും ചെയ്യാൻ പറ്റില്ല. ശരത്ത എന്താ ഇതൊക്കെ? സർ എന്റെ ചേച്ചിയാണ് സർ. അതെന്റെ ചേച്ചിയുടെ ഭർത്താവും. അത് മനസ്സിലായി. അദ്ദേഹം നന്നായിട്ട് കുടിക്കും. കുറച്ചു നാൾ നിർത്തിയിരുന്നതാ. ഇപ്പൊ വീണ്ടും തുടങ്ങി. എന്നും കുടിച്ചിട്ട് വന്ന് ചേച്ചിയെ വഴക്കു പറയും, ഉപദ്രവിക്കും. റോഡിൽ വെച്ച് ഇങ്ങനെ അടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തിനാ ഇവനൊക്കെ ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തത്? സർ എന്റെ വീട്ടിലെ അവസ്ഥ അങ്ങനെയായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ലാതെ കെട്ടിച്ചു വിട്ടതാ. വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഹലോ പോലീസ് സ്റ്റേഷൻ. നിങ്ങളുടെ ഒരു നാശിച്ച കൂടി. ശരത്തെ ഇവന്നെ ഇയാൾ ജോലിക്കൊന്നും പോകാറില്ലേ? ജോലിക്കൊക്കെ പോവാറുണ്ട്. പക്ഷെ പോയിട്ട് എന്ത് കാര്യം? ഇങ്ങനെ കുടിക്കുന്ന ആളുകൾ കാശ് കാണും. അതാ ചേച്ചിയോട് ചോദിക്കുന്നത്. കാശില്ല, സ്വർണ്ണമില്ല, വലിയ വീട്ടിലെ പെണ്ണല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ ചേച്ചി അപമാനിക്കാറ് പതിവാ. ദരിദ്രവാസി വന്ന പേര് മാറ്റണം. എന്റെ ചേച്ചിക്ക് കുറച്ച് സ്വർണം വാങ്ങണം. അതിനു വേണ്ടിയാ സാർ ഞാൻ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത്. അതുകൊണ്ടാ കോളേജിലേക്ക് നേരവണ്ണം വരാൻ പറ്റാതിരുന്നത്. അറ്റൻഡൻസ് കുറയാൻ കാരണം അതാ. എനിക്കിപ്പോ മനസ്സിലായി ശരത്തെ. നീ എന്തെങ്കിലും കൂടെ സാറേ എനിക്ക് എന്റെ കുടുംബത്തിന് വേണ്ടി ഇവ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോയത് അറ്റൻഡൻസ് പറയുന്നതിന്റെ കാരണം അതാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആകെയുള്ള ആശ്രയവും പ്രതീക്ഷയും ഇവരാണ് സാറേ. പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അതോടെ ഞങ്ങളുടെ കുടുംബം മൊത്തം അവസാനിക്കും സാറേ. എന്റെ മോന്റെ ഭാവി ഇല്ലാണ്ടാവും. അയ്യോ എന്തേ നോക്ക്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഒടുക്കവന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പ്ലീസ് സർ, പരീക്ഷ എഴുതാൻ എന്റെ മോനെ സഹായിക്കണം. പ്ലീസ് പ്ലീസ് സർ. വളഞ്ഞു വരുന്നുണ്ട് പ്രിൻസിപ്പാൾ. എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയുമോ? കംപ്ലൈന്റ് പറഞ്ഞാൽ അവനെ എന്തോ ചെയ്യും? ഊക്കി കയറുമോ? വെള്ളായിരിക്കും ഐഡിയ.
ഇഡ്ഡലിയോ? ഞാൻ ഇഡ്ഡലി കഴിക്കില്ല. ഓൺലി പൂരി മസാല. നീ ഉണ്ടാക്കിയത് പുളിച്ചു പോയി. ഓ സാറേ, ഇത് കുറച്ചുള്ളൂ. ഗ്ലാസ് കൊണ്ടുവന്നവർ ഇച്ചിരി തരാം. എടോ തന്നെ വിശ്വസിച്ച് തന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി തന്ന പെണ്ണല്ലേ എന്ത് കാരണത്താലാ കുടിച്ചിട്ട് നടുറോട്ടിൽ വെച്ച് പാവത്തിന് തല്ലുന്നേ? കാശ് വേണമെങ്കിൽ അധ്വാനിക്കണം, അല്ലാതെ ഭാര്യയെ തല്ലി ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കുകയല്ല വേണ്ടത്. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? എന്നെ കിടക്കുന്ന മനുഷ്യനൊന്നുമില്ല. ആ പുള്ളു കുടിച്ചാലും മനുഷ്യന് ഹാഫ് കൊടുച്ചാലും ഞാൻ മനുഷ്യൻ തന്നെയാ. എന്റെ ഹാഫ് തീർന്നു. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക. ഓ, വലിയൊരു മനുഷ്യനായത്. വലിയ മനുഷ്യനോ? വലിയ മനുഷ്യ എനിക്കുള്ളൊരു ഫുള്ളുള്ള കാശാ. കാശിനോ ഉണ്ടോ? നോൺസെൻസ്. 500 രൂപയിലും മതി. 500 എടുക്കും. സോറി സർ, അയാൾ അങ്ങനെ തൊഴുത്തരായി പോയി. ശരത്തെ, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു ഫാമിലിയിലായിരുന്നിട്ട് പോലും നീ കോളേജിലെത്തിയില്ലേ? പഠിക്കാനുള്ള നിന്റെ മിടുക്കും താല്പര്യമാണ് അതിന് കാരണം. കുറച്ചുനാൾ നേരമാണ് നീ ക്ലാസ്സിൽ കയറിയില്ലല്ലോ. ക്ലാസ്സിൽ കയറാത്തതിന്റെ കാരണം ഇപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞത്. നീ വിഷമിക്കണ്ട, നീ കോളേജിൽ വരണം. നിനക്ക് പരീക്ഷ എഴുതാം. നിനക്ക് പരീക്ഷ എഴുതുന്നതിന് ഒരു തടസ്സവും ഞാൻ അനുവദിച്ചേക്കും. പേപ്പേഴ്സ് ഒക്കെ ഞാൻ ശരിയാക്കിക്കോളാം. താങ്ക് യു സർ. ഇവര് നമ്മുടെ ഡ്രാമയിൽ ഇല്ലായിരുന്നല്ലോ. ഇവരെ ആരാ വിളിച്ചാ? നീ വിളിച്ചാ?